അമ്മയെ വലിയ സ്നേഹത്തോടെ അമ്മ എന്ന് വിളിച്ചാണ് ഇവൾ കൂടിച്ചേർന്നത്. അമ്മയോട് സ്നേഹം നടിച്ച് ആണ് അമ്മയെ ആഭരണം വെച്ചിരുന്നു. അവസാനം ചെയ്തു, ഒരു സ്ഥലം വിട്ടു. സംഭവം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. പ്രതികൾക്ക് ഒരു വലിയ ശിക്ഷയും കോടതി വിധിച്ചിരിക്കുന്നു. പക്ഷേ ഇന്നും ആ വീട് കാണുമ്പോൾ നാട്ടുകാർക്കും അവിടെ തൊട്ടടുത്തുള്ള അയൽക്കാർക്കും ഒരു പേടി സ്വപ്നമാണ് ആ വീട്. ഇവരെ ആഴ്ച കൊന്നിട്ട് വീട്ടിന് മുകളിൽ തട്ടിന് മുകളിൽ ചുറ്റിങ്ങിട്ടൊക്കെയാണ്. അങ്ങനെ അത് കണ്ടതെന്ന് വെച്ചാൽ അവിടെ 3 വാഴക്കാർ താമസം ഉണ്ടായിരുന്നു. അതിൽ ബ്ലഡ് കണ്ടാണ് സംശയം കൊണ്ട് അത് വെളിയിൽ അങ്ങനെയാണ് സംഭവം കാണുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ ഈ വാഴപ്പാട്ടി ഒരു സ്ഥലം വിട്ടു. അത് തള്ളയും മോനും പിന്നെ വേറെ 3 പേരാണ് ഇപ്പം. സ്ഥലം വിട്ടു പോയിരുന്നു. അവരപ്പോഴും ചെയ്ത് ആരും ഇറങ്ങില്ല ഉച്ചശേഷം. എന്നാൽ ആ സമയത്ത് മകനോട് വന്നിരുന്നു ചോറും കൊണ്ട്. ഇനിയിപ്പോൾ സനൽകുമാർ. ഈ വീട് ആരെയാണ്? ഈ സനൽകുമാറിൻ്റെ അമ്മ ഒരു കൂട്ടാണ്. അവിടെ നിന്ന് വരെ ഇവിടെ അവിടെ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ സംഭവം. ഈ വീട്ടിലാണ് മരിച്ചുപോയ സ്ത്രീ താമസിക്കുന്നത്. വീട് ഇവിടുന്ന് ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി? അല്ല, വിളിച്ച് വരുത്തി ഇവിടുന്ന് കൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് സംശയം ഉണ്ടായിരുന്നു. അവർ വരും പോവും അങ്ങനെ കൊണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ചെയ്തെന്നിട്ട് അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നിട്ട് ഈ മോഷണം ആണ് സംഭവം. ഏതൊക്കെ തുമ്പ് നമ്മൾ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടുവെച്ചുകൊണ്ടാണ് ചെയ്തത്. തട്ടിൻ്റെ മണ്ടൊക്കെയാണോ വെച്ചിരുന്നത്? തട്ടിന് മുകളിൽ തട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചുരുട്ട് മടക്കി കിട്ടുന്നു. ഇവിടുന്ന് ആൾക്കാർ പോലീസുകാരൊക്കെ വന്ന അവസാനം ഇട്ടതെന്ന് വെച്ചാൽ സീറ്റെല്ലാം പൊളിച്ച് മൂടിക്കൊണ്ട് ഇട്ടത്. അത്ര ക്രൂരമായിട്ടാണ് ചുറ്റിയതുകൊണ്ട് അടിച്ചാണ് കൊന്നു പറഞ്ഞത്. ഫോട്ടോ കൊണ്ട് കെട്ടി മിടിക്കാതിരിക്കാൻ. അവർ വീട്ടുകാരായിട്ട് ഇവരുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. പിന്നെ മകൾ അങ്ങനത്തെ ദൂരെയാണ്. മകൻ കോളാണ്, ഓട്ടൻ വീടാണ്. അവിടെ വരും പോവും അങ്ങനെയൊക്കെയാണ്. ഒരു ഒറ്റയ്ക്കാണ് താമസം. നാട്ടുകാർക്കൊക്കെ അന്ന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ വിഷമായിരുന്നു, ലോകം മുഴുവൻ വിഷമായിരുന്നു. മോനും മറ്റേ കാമുകനും മറ്റാണ്. ഉമ്മയുടെ കാമുകനായിരുന്നു. എന്നാണ് പറയുന്നത്, അറിയാം, അങ്ങനെയാണ് അറിയുന്നല്ലോ. അവരൊന്ന് വീട് എന്തിനാണ് വീട് വാടകയ്ക്ക് ഇവിടെ താമസിച്ചിരുന്നത്? അതിനെ അറിയും. ഇവിടെ വാടകയ്ക്കാണെന്ന് പറഞ്ഞ് ഇവിടെ താമസം തുടങ്ങി. അതിനെപ്പറ്റി അറിഞ്ഞൂടാ. നിങ്ങളായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവർ? നമ്മൾ 2-3 ദിവസമൊക്കെ സംസാരിച്ചു. പിന്നെ ഇവരെ ബഹളവും ഇതുമായതുകൊണ്ട് പിന്നെ നമ്മൾ സംസാരിക്കും. ജോലിക്ക് കാണാൻ പോകുമായിരുന്നു അവരൊക്കെ? ഇല്ല, കണ്ടിട്ടില്ല. ഇവിടെ തന്നെ എപ്പോഴും കാണും. ഈ കൊല നടന്നത് പുറത്തെങ്ങനെയാണ് വന്നത്? അത് ഈ വീട്ടിൻ്റെ ഉടൻ്റെ മോൻ ഇവിടെ വന്നപ്പോൾ ഇത് ബ്ലഡ് ഒലിച്ച് കിടക്കുന്നുണ്ട്. ഓ ശരി. അപ്പോഴെന്താണ് എന്തെങ്കിലും ചത്ത് കിടക്കണമെന്ന് നോക്കാൻ കയറിയപ്പോഴാണ് കണ്ടത്. ഈ പ്രതികളെ എപ്പോഴാ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, അവരങ്ങ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി അങ്ങോട്ടവിടെ കഴക്കൂട്ടത്തോടെ വെച്ചാണ് പോലീസ് പിടിച്ചത്. ഓ ശരി. ഇവിടുത്തെ വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ടുപോയോ അവര്? ഇല്ല, അതെല്ലാം അവിടെ ആർക്കൊക്കെ വിറ്റിട്ട് പോയി. അത് ശരി. അതിനു മുമ്പ് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കൊലപ്പെടുത്തിട്ടായിരിക്കും. സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാന്നുള്ളതായിരുന്നു. അതായിരിക്കും. 2.5 വർഷത്തെ ഒരു വലിയ സങ്കടം, അമ്മയുടെ ആ ഒരു വലിയ ക്രൂരമായ കൊലപാതകം ആ കേസിന് പിന്നാലെ പോയി. തീർച്ചയായും ഒരു അവസാനം കുറിച്ചിരിക്കുകയാണ്. എന്താണത്? അത് നല്ലൊരു വിധി തന്നെയാണ് വന്നത്. എൻ്റെ അമ്മയുടെ ആത്മാവിൻ്റെ വിധിയാണ്. രണ്ടാമത് ദൈവം എന്നുള്ളൊരു സത്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിധിക്ക് അർഹതപ്പെട്ടവരാണ്. അവർ ചെയ്ത രീതികളും അവർ ചെയ്ത ആ ഒരു എന്താ പറയുക അവർ ചെയ്ത വേദന എനിക്ക് എന്നും വേദന തന്നെയാണ്. പക്ഷേ ഈ ഒരു വിധി, ഞാൻ പറയുന്നത് ഈ ഒരു വിധി എന്ന് പറഞ്ഞാൽ ഇനി ഇതുപോലെ വയസ്സായി ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കുള്ളൊരു വിധിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാര്യം ഇത് അമ്മയുടെ ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിധി വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എന്നൊരു സത്യമുണ്ട്, അത് തീർച്ചയാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു വിധി ഇതിന് വരില്ല. എന്താണ് ആ വിധിപ്പകർപ്പിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്? അവർ സ്നേഹിച്ചു കൂടുകയും ആസൂത്രണം ചെയ്ത് എൻ്റെ അമ്മയെ കൊലപ്പെടുത്തി അവരെ ഒളിപ്പിച്ചു. അവർ ആഭരണമെല്ലാം കവർന്നു. അവർ സ്ഥലം വിട്ടുപോയി. അവർ സ്ഥിരം എന്താ പറയുക, അവർ സ്ഥിരം കൊലയാളികളാണെന്ന് കോടതിക്ക് ബോധ്യം വന്ന്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.
അത് ഇനി ഒരു കൊച്ചുകുട്ടിയെ വേറൊരു കുട്ടിയെ കൊന്നു, പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയെ ബലാത്കാരം ചെയ്ത് കൊന്നു. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും നല്ലൊരു വിധി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആ സ്ത്രീയും അവരുടെ മകനും കാമുകനും ചേർന്ന് അമ്മയെ ഇത്തരത്തിൽ കൊല്ലുന്ന പല പ്രാവശ്യവും നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ വീടുകളിൽ പോയി? അവരായിട്ടുള്ള സഹകരണം, അമ്മയെ വളരെ സ്നേഹത്തോടാണ്. അമ്മയെ വലിയ സ്നേഹത്തോടെ അമ്മ എന്ന് വിളിച്ചാണ് അവൾ കൂടിച്ചേർന്നത്. അമ്മയോട് സ്നേഹം നടിച്ച് ആണ് അമ്മയെ ആഭരണം വെച്ചിരുന്നു. അവസാനം ചെയ്തു, ഒരു സ്ഥലം വിട്ടു. വളരെ വേഗത്തിലാണ് ഈ കോടതി ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നതും വധശിക്ഷ തന്നെ. അതെ, അത് ആ വധശിക്ഷ എന്ന് കേൾക്കുമ്പോൾ ഒരു മകനെന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു അമ്മ ഇല്ലാത്തതിൻ്റെ ദുഃഖം, അതെങ്ങനെ? ആ ശിക്ഷ കേട്ടപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു സമാധാനം, സന്തോഷം തോന്നി. ആ ഒരു വിധി വന്നപ്പോഴത്തേക്ക് ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വിധി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ഡബിൾ എന്താ പറയുക, ജീവപര്യന്തമായിരിക്കും വരുന്നത്. കാര്യം ഐ വിറ്റ്നസ് ഇല്ല ഇതിന്. ബാക്കിയുള്ള തെളിവുകളെല്ലാം കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും കൃത്യമായിട്ട് SHO അതിന് കോടതിയിൽ എത്തിച്ചു. അതെല്ലാം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. നമ്മളെ പ്രോസിക്യൂട്ടർ ഭംഗിയായിട്ട് ചൂണ്ടിക്കാണിച്ചു. എല്ലാ സാക്ഷികളും ഭംഗിയായിട്ട് വന്ന് പറഞ്ഞു. അവരെ എല്ലാം കോടതിയുടെ മുന്നിൽ എൻ്റെ യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു വിധിയാണ് ഇങ്ങനെ വന്നത്. അവർ കോടതിയിൽ ഇതിനിടയ്ക്ക് എന്തൊക്കെയോ പിന്നെ പ്രതികരിക്കാനും അതിൻ്റെ പ്രതിരോധം നിർത്താനും വേണ്ടി തൊണ്ടി മുതലൊക്കെ എന്തൊക്കെയോ ആവശ്യപ്പെട്ടു. അതിനിടയ്ക്ക് കോടതിയിൽ അവരുടെ ഡ്രസ്സ് വേണം, അവർക്ക് ഡ്രസ്സില്ല, തൊണ്ടിയിലിരിക്കുന്ന 1-2 ഡ്രസ്സുകൾ ആവശ്യപ്പെട്ടു. അപ്പം SHO പറഞ്ഞു ഒരു കാരണവശാലും അവർക്ക് ഇത് തൊണ്ടിയിൽ നിന്ന് ഒരു സാധനങ്ങളും കൊടുക്കാൻ പറ്റില്ല, അതെല്ലാം തൊണ്ടിയാണ്, കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ അതിന് റിപ്ലൈ ഒരുപക്ഷെ കേരളത്തിൽ ചരിത്രത്തിൽ ആവശ്യപ്പെടുന്നു. മുതലെന്ന് പറയുന്ന അതും പ്രത്യേകിച്ച് വസ്ത്രം അത് തിരിച്ചു ഉപയോഗിക്കാന്നൊക്കെ പറയുന്നത് ആ തൊണ്ടി നശിപ്പിക്കാൻ കരുതി, എൻ്റെ തെളിവ് നശിപ്പിക്കാൻ കരുതിയാണ് അതിന് ആവശ്യപ്പെട്ടത്. അതറിയാതെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ ഒരുപാട് തുണികളിരിക്കുന്ന എനിക്ക് ഇടാനൊന്നുമില്ല, എനിക്ക് അതിൽ നിന്ന് 2 വസ്ത്രം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. അത് SHOയോട് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇവർക്ക് ഒരു സാധനവും അതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതി അറിയിച്ചു. അമ്മയുടെ മരണം കഴിഞ്ഞതിന് ശേഷം കേരളത്തൊക്കെ ഞെട്ടിച്ച് അതും തെളിയിക്കാൻ സാധ്യതയില്ല എന്ന് പെട്ടിയിൽ മടക്കി വെച്ച ഒരു ഫയൽ വീണ്ടും നിവർത്തേണ്ടി വന്നു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മരണം. അതിലേക്ക് പോലീസ് പിന്നെ എത്തപ്പെട്ടത് എങ്ങനെയാണ്? അത് ഈ കൃത്യം പോലീസ് നടന്നതിൻ്റെ അന്ന് തന്നെ ഇവരവിടെ വരികയും അവിടെ ക്ലാസ് എടുത്ത കുട്ടികളെടുത്ത് അപ്പുറത്ത് BSc ക്ലാസ് നടക്കുകയായിരുന്നു. അവരെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് നേരത്തെ എന്തെങ്കിലും ഇവിടെ അവർ സംസാരിച്ചിട്ടുണ്ടോ, ഈ കൊലയെക്കുറിച്ച് എന്തെങ്കിലും ആസൂത്രണം ചെയ്യണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് കേട്ടുമ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വേറൊരു കുട്ടിയെ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ നീ നിമിത്തമാണ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ പറയുകയും ഇവർ തമ്മിൽ അവിടെ പ്രശ്നങ്ങളുണ്ടായപ്പം പറഞ്ഞ് അത് വെച്ചിട്ടാണ് ആ പോലീസിന് അങ്ങനെ ഒരു തുമ്പ് കിട്ടുകയും ഇവർ ചോദിച്ചപ്പോഴത്തേക്ക് അവർ സമ്മതിക്കുകയും ചെയ്തത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അമ്മയെ കൊന്നുകൊണ്ടാണ് ആ കേസും കൂടെ തീർച്ചയായിട്ടും അറിഞ്ഞത്. അല്ലെങ്കിൽ ഒരിക്കലും വേട്ടയാടപ്പെടുമായിരുന്നു ഒരു സമയത്ത്. ആ കുഞ്ഞിനെ കൊന്നത് ആ വീട്ടുകാരെന്നൊക്കെ ഉള്ളൊരു അങ്ങനെ പറഞ്ഞിരുന്നു. ആ കുട്ടിയുടെ എടുത്തു വളർത്തിയ അച്ഛനാണ് ഇത് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് അങ്ങനെയാണ് കേസ് അത് ഡിസ്പോസ് ചെയ്തത്. അത് അറിയാൻ പാടില്ല, അത് ഇവർ കൂടെ നിന്ന് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണത്, അങ്ങനെ വരുത്തിയാക്കിയതും അവരൊരുപാട് മാനസിക വേദനയൊക്കെ ഒരുപാട് അനുഭവിച്ചതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മകൻ എന്നുള്ള രീതിയിൽ അമ്മ നഷ്ടപ്പെട്ട ഏറെ ദുഃഖം തളം നിൽക്കുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ എല്ലാ കാരണവരുമായ സനൽകുമാർ 2.5 വർഷം കൊണ്ട് ഈ കേസിന് പുറകെ തന്നെയായിരുന്നു. അതിൻ്റെ ഫലം കണ്ടെത്തി. അമ്മ പോയത് വലിയ വിയോഗമായി തന്നെ, ദുഃഖമായി തന്നെ ഇപ്പോഴും കരുതുന്നു. പക്ഷേ വിധി വന്നത് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് ആണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സന്തോഷം പകരുന്നു.